എല്ലാവർക്കും ബുക്ക്ലെറ്റിൻ്റെ ഡെയിലി MCQ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. മരുതം, തണ്ണീർത്തട കൃഷി, പാലായി, കൊള്ളയടിക്കുക, മുല്ലായി, മൃഗസംരക്ഷണം, നെയ്തൽ, ഉപ്പ് നിർമ്മാണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം നടക്കുന്നത് ഏത് വഴിയാണ്? അണുസംയോജനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? കോശശ്വസനം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ ഡി ദുബായ്. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ്. ലാർജ് ഹെഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം കണികാ ഭൗതിക ഗവേഷണം. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമാക്കിയിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഓപ്ഷൻ സി ഗീതാഞ്ജലിയാണ് ആൻസർ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എപ്പോൾ? 1955 മെയ് 11. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സിൻ്റെ വേദി? മിലാനും കോർട്ടിന ഡി ആംബസോയും. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്നത് സംസ്ഥാനം? രാജസ്ഥാൻ. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിവനോയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശോണിതപുരം. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എന്നത് തെറ്റാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു ഉപദേശക സ്ഥാപനമാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഓപ്ഷൻ സി പൗരത്വം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1971. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. ഇതിൻ്റെ പൂർണ്ണരൂപം പ്ലാങ്ക്ടോൺ എയറോസെൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം.
താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്തവിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇവയിൽ ഏതാണ് ശരി? മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23-ന് താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഓപ്ഷൻ ബി രാജ്ഗുരു. ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം. ജമാഅത്തെ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഓപ്ഷൻ ബി ഗാന്ധി. 10th പ്രിലിംസ് 2026 4 ഷിഫ്റ്റ് എക്സാമുകൾ കഴിഞ്ഞു. നമ്മളത് വിലയിരുത്തിയപ്പോൾ മനസ്സിലായത് 10th ലെവൽ എക്സാമിൻ്റെ പാറ്റേൺ തന്നെ PSC മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആഴത്തിലുള്ള പഠനം ഇനി എക്സാം ക്ലിയർ ചെയ്യാൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ 2 പ്ലേലിസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂ SCERTയും അതുപോലെ തന്നെ ഡെയിലി MCQ പ്രാക്ടീസ് സെക്ഷനും. ഇപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട്, അതായത് ഓഗസ്റ്റ് 22-ന് നടക്കുന്ന 10th പ്രിലിംസിനും സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന VFAയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെയിലി പ്രാക്ടീസ് സെക്ഷൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഡെയിലി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.